കൂൺ കൃഷിയെക്കുറിച്ചും കൂൺ ഫാമിനെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ കഴിവിന്റെ പരമാവധി വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ കൂൺ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കിയാലോ. കൂൺ പാക്കിംഗ് തൊട്ടുള്ള ചില കാര്യങ്ങൾ. ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള പാക്കിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം കൂൺ പാക്ക് ചെയ്യേണ്ടത്. റീയൂസ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കവറുകളുടെ കാര്യത്തിലും മറ്റും നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ അതെല്ലാം കണക്കിലെടുത്താകണം പാക്കിംഗ് മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ. ഇവിടെ ഞങ്ങളുടെ ഫാമിൽ ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ചും അതിനായി വേണ്ടിവരുന്ന ചിലവിനെ കുറിച്ചുമൊക്കെയുള്ള ഒരു വീഡിയോ മുൻപൊരിക്കൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂണിന്റെ ഉപയോഗം കൂടുകയും മാർക്കറ്റ് കുറച്ചും കൂടി ആക്റ്റീവ് ആകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൂൺ ഒരു അത്യാവശ്യ ഭക്ഷ്യവിഭവമായി കണ്ട് സാധാരണ ആളുകൾ ഇതിനെ സമീപിക്കാറില്ല. കൂണിന്റെ ഗുണത്തെക്കുറിച്ചും അതിന്റെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചുമെല്ലാം ധാരണയുള്ള ആളുകളാണ് സ്ഥിരമായി അല്ലെങ്കിൽ പോലും കൂണിന്റെ കസ്റ്റമറായി വരിക. നമ്മുടെ കൂണിന്റെ വിപണി എന്ന് പറയുന്നത് പച്ചക്കറി കടയാകാം, സൂപ്പർ മാർക്കറ്റാകാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർക്കറ്റിംഗ് രീതിയാകാം. അവിടങ്ങളിലൊക്കെ സാധാരണ ആളുകളെ കൂടി ആകർഷിക്കുന്ന ക്വാളിറ്റിയിലും വൃത്തിയിലും വിലയിലുമെല്ലാമാണ് കൂൺ മാർക്കറ്റിൽ എത്തിക്കുന്നതെങ്കിൽ നമ്മുടെ കൂണിന് കുറച്ചുകൂടി പരിഗണന ലഭിക്കുന്നതായിരിക്കും. കൂൺ കൃഷിയുടെ ആരംഭഘട്ടത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാക്കിംഗ് രീതിയും ഇന്ന് ഇവിടെ വരെ എത്തിയപ്പോഴുള്ള പാക്കിംഗ് രീതിയും തികച്ചും വ്യത്യസ്തമാണ്. മുൻപത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആകർഷണീയമായ രീതിയിലും ക്വാളിറ്റിയിലുമുള്ള പാക്കിംഗ് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വിൽപ്പനയുടെ പുരോഗതിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പാക്കിങ്ങും കൂണിന്റെ വിപണിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അടുത്തതായി പാക്ക് ചെയ്ത് നമ്മുടെ മഷ്റൂം മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അതിനായി എടുക്കേണ്ട ചില ലൈസൻസുകളെ കുറിച്ചും രജിസ്ട്രേഷനെ കുറിച്ചുമൊക്കെയാണ്. FSSAI, പാക്കിംഗ് ലൈസൻസ് തുടങ്ങിയവ. ഈ ലൈസൻസ് എടുത്തും എടുക്കാതെയുമെല്ലാം മഷ്റൂം മാർക്കറ്റിൽ എത്തിക്കുന്നവരുണ്ടാകാം. നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ലൈസൻസോടു കൂടി മുൻപോട്ട് പോകുന്നതാകും ഭാവിയിൽ ഇത് സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ സഹായിക്കുന്നത്. എന്താണ് FSSAI രജിസ്ട്രേഷൻ? FSSAI ഇതിന്റെ ഫുൾ ഫോം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും ഗുണമേന്മയും ഉറപ്പാക്കുന്നതിനുള്ള നിയമപരമായ ഒരു സ്ഥാപനം. ഭക്ഷണം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വിൽക്കുന്നതിനുമെല്ലാം FSSAIയുടെ അംഗീകാരം വേണ്ടിവരാറുണ്ട്. FSSAI അംഗീകാരം പലവിധമുണ്ട്. ബേസിക് FSSAI രജിസ്ട്രേഷൻ, FSSAI ലൈസൻസ് തുടങ്ങിയവ. ചെറുകിട വിൽപ്പനക്കാർ, അതായത് വാർഷിക വരുമാനം 12 ലക്ഷത്തിൽ കുറവുള്ളവർക്ക് FSSAI രജിസ്ട്രേഷൻ മതിയാകുന്നതാണ്. നമ്മളെപ്പോലെയുള്ള ഇടത്തരം കർഷകർക്കെല്ലാം FSSAI രജിസ്ട്രേഷനാണ് ആവശ്യമായി വരിക. പാക്ക് ചെയ്ത് വിൽക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ ഗുണമേന്മയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് ഈ രജിസ്ട്രേഷൻ മുൻഗണന നൽകുന്നത്. FSSAI രജിസ്ട്രേഷൻ അക്ഷയ സെന്റർ വഴിയും മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ എടുക്കാവുന്നതാണ്. ഈ രജിസ്ട്രേഷന് 200 രൂപയിൽ താഴെയാണ് ഫീസായി വരുന്നത്. അടുത്തതായി വരുന്നത് പാക്കർ ലൈസൻസ് ആണ്. ഇത് നൽകുന്നത് സംസ്ഥാനത്തെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അളന്നു തൂക്കി പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായും വേണമെന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ. ഇതിനായും അക്ഷയ സെന്റർ വഴി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 750 രൂപയോളമാണ് പാക്കിംഗ് ലൈസൻസിന് ആവശ്യമായി വരുന്നത്. ചെറുകിട വിൽപ്പനക്കാർക്കൊക്കെ ഇത്തരം ലൈസൻസുകൾ ആവശ്യമായി വരുമോ എന്ന ചോദ്യമൊക്കെ വന്നേക്കാം. അതിനുള്ള ഉത്തരമായി ഈ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത് ഏതൊരു വസ്തുവായിക്കോട്ടെ അത് ഉപയോഗിക്കുന്ന ആളുടെ മുമ്പിൽ വെച്ചല്ല പാക്ക് ചെയ്ത് വിൽക്കുന്നതെങ്കിൽ അതിനൊക്കെ ഈ ലൈസൻസ് ആവശ്യമാണ് എന്നാണ്. FSSAI രജിസ്ട്രേഷനോട് കൂടിയും പാക്കിംഗ് ലൈസൻസോട് കൂടിയുമാണ് ഫാം ഫ്രഷ് എന്ന ബ്രാൻഡിൽ ഞങ്ങളുടെ മഷ്റൂം വിപണിയിൽ എത്തിക്കുന്നത്. കൂൺ കൃഷിയെക്കുറിച്ച് പഠിക്കുന്നവർക്കും തുടക്കക്കാർക്കുമെല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു.